കോട്ടയത്തെ KSUവിൻ്റെ പ്രതിഷേധം നടക്കുന്നു. ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ചാണ് KSUവിൻ്റെ മാർച്ച്. കോട്ടയം കളക്ടറേറ്റിലെ എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് KSU മാർച്ച് നടത്തുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ് KSU പ്രവർത്തകർ. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് അകറ്റാനുള്ള ശ്രമത്തിലാണ്. കോട്ടയം കളക്ടറേറ്റിന് മുന്നിലുള്ള പ്രതിഷേധത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധയിടങ്ങളിലായി സമാനമായ പ്രതിഷേധങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം അതിരൂക്ഷമാണ്. സർക്കാർ അതിനെതിരെ കണ്ണടയ്ക്കുന്നു, കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ലഹരിക്ക് അടിമയാകുന്നു എന്നൊക്കെയുള്ള വാർത്തകളെ തുടർന്നാണ് KSUവിൻ്റെ പ്രതിഷേധം. ഇവിടെ ഇപ്പോൾ കോട്ടയം കളക്ടറേറ്റിൽ KSU പ്രവർത്തകരുടെ പതാകകളുമായി നടത്തുന്ന പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. അവരെ തടയാനായി വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടാൻ ശ്രമം നടത്തുന്ന KSU പ്രവർത്തകരെയും മറുവശത്ത് അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന പോലീസിനെയും ദൃശ്യങ്ങളിൽ കാണാം. ടോബി ജോൺസനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, KSU പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം നടത്തുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഒരുപാട് പ്രവർത്തകരെയൊന്നും അവിടെ കാണാനില്ലല്ലോ. കൃഷ്ണ, ഒരുപാട് പ്രവർത്തകരൊന്നുമില്ല. ഏകദേശം 19ഓളം പ്രവർത്തകർ മാത്രമാണ് ഈ മാർച്ചിൽ പങ്കെടുത്തത്. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് DCC പ്രസിഡന്റ് പോയതിന് തൊട്ട് പിന്നാലെ പ്രവർത്തകർ ഈ ബാരിക്കേഡ്, കളക്ടറേറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി. അതാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ കല്ലേറും കൊടിയും ഒക്കെ വലിച്ച് പോലീസിന് ദേഹത്തേക്ക് എറിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. എന്തായാലും ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് KSU പോകുന്ന ഒരു കാഴ്ചയാണ്. എക്സൈസ് കമ്മീഷണർ ഓഫീസാണ് കളക്ടറേറ്റിലുള്ളത്. അവിടേക്കാണ് മാർച്ച് നടത്തുന്നത്. മാർച്ച് രാവിലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ പോലീസ് തടഞ്ഞിരുന്നു, ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. അതിനുശേഷം പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നതിലേക്ക് എത്തിയത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. അവിടെ തന്നെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയുമാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടത്താൻ KSU തീരുമാനിച്ചത്. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ കാര്യമായിട്ടുള്ള നടപടികളൊന്നും, ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ അവിടെ കുത്തിയിരുന്നു കൊണ്ട്, ആ റോട്ടിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അവർക്ക് പിന്നിൽ നിന്നും ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃഷ്ണ, ടോബി ജോൺസനാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയത്ത് KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നിഷ്ക്രിയമാണെന്ന് ആരോപിച്ചാണ് KSU കളക്ടറേറ്റിലെ എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിൽ സംഘർഷമുണ്ട്. ചെറിയൊരു വിഭാഗം KSU പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. ആദ്യം ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടാനുള്ള ശ്രമം, ജലപീരങ്കി പ്രയോഗിച്ച പോലീസ്. ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് KSU പ്രവർത്തകർ. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് ടോബി ജോൺസനാണ്. ടോബി, ഇപ്പോൾ അവരവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായാണ് പ്രധാന ആരോപണം. സംസ്ഥാനത്തെ ഈ ലഹരി വ്യാപനത്തിന് കാരണം സർക്കാരാണ് എന്ന് പറയുകയാണ് മുദ്രാവാക്യങ്ങളിലൂടെ. ഇനി എന്താണ് അവിടെ നടക്കുന്നത്? അറസ്റ്റ് ചെയ്തവരെ നീക്കാനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടോ? കോട്ടയം കളക്ടറേറ്റിലെ എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ആ മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മാർച്ചിൻ്റെ തുടക്കത്തിൽ ബാരിക്കേഡുകൾ മാറ്റി കളക്ടറേറ്റിനുള്ളിലേക്ക്, എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം KSU പ്രവർത്തകർ നടത്തി. ഇപ്പോൾ അവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ടോബി ജോൺസൺ, പുതിയ വിവരങ്ങൾ? അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ?
അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. ക്രിസ്റ്റീന, എന്തായാലും പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവരവിടെ കുത്തിയിരുന്ന ആ ഗേറ്റിന് മുന്നിൽ, കോട്ടയം സിവിൽ സ്റ്റേഷനാണ്, ആ സിവിൽ സ്റ്റേഷന്റെ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നിലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അപ്പോൾ അല്പം പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതൊഴിച്ചാൽ അവരവിടെ നിന്ന് മാറിയിട്ടില്ല. ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള ശ്രമമായിരുന്നു. പക്ഷേ പോലീസ് അത് കൃത്യമായി തടഞ്ഞിരിക്കുകയാണ്. അതേ തുടർന്നാണ് ഇപ്പോൾ പ്രവർത്തകർ ആ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. സംസ്ഥാനത്ത് ലഹരിയുടെ ഈ വ്യാപനം അതിശക്തമായിട്ട്, അല്ലെങ്കിൽ ഇത്രയധികം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും പോലീസിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. അതിനിടെ പോലീസിന് നേരെ കല്ലേറുമുണ്ടായി. തുടർന്നാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി പോലീസിന്റെ വാൻ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ ഉടൻ തന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് KSU സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോട്ടയം ജില്ലയിലും എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. എക്സൈസ് കമ്മീഷണർ ഓഫീസ് ഇരിക്കുന്നത് കളക്ടറേറ്റിന് മുന്നിലായതുകൊണ്ട് തന്നെ അവിടേക്ക് മാർച്ച് നടത്തിയപ്പോൾ കളക്ടറേറ്റിന്റെ കവാടത്തിന് മുന്നിൽ പോലീസ് പ്രവർത്തകരെ തടയുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ എഴുന്നേക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ തന്നെ ഇരിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. ബസ്സിലേക്ക് കയറാൻ അവർ തയ്യാറാകുന്നില്ല. പ്രവർത്തകരെ വലിച്ച് വാഹനത്തിലേക്ക് പോലീസ് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാകുന്നുണ്ട്. പോലീസുമായി സംഘർഷം, കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സമാധാനപരമായിരുന്നു തുടക്കത്തിൽ ഈ മാർച്ചെങ്കിൽ അതിനപ്പുറത്തേക്ക് അല്പം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് DCC പ്രസിഡന്റ് പ്രസംഗിച്ച് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ.